അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്കസ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വിത്ത് ചിൽഡ്രൻ. അപ്പം നമുക്കറിയാം ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മുടെ എക്സാം 2 മണിക്കൂറാണ്. അപ്പോൾ 2 മണിക്കൂറുള്ള ഒരു എക്സാമിന് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ 24 മിനിറ്റാണ് ലഭിക്കുക. അപ്പം ഈ 24 മിനിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യുമ്പം 3 പാർട്ടായിട്ട് വേണം എഴുതാൻ. ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ. കുറേ കൂടി പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടും കുറച്ചും ഈ ഡയഗ്രാമും ഗ്രാഫൊക്കെ വെച്ച് ഒക്കെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വിത്ത് ചിൽഡ്രൻ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, അപ്പം ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കുട്ടികളിൽ ഉപയോഗിക്കുമ്പം 2 രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, കൊഗ്നിഷനെ മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ച് അതുവഴി പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന രീതിയുണ്ട്. രണ്ടാമത് ബിഹേവിയർ മോഡിഫിക്കേഷൻ രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. ആ ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, കുട്ടികളിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടിയേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ തെറാപ്പി സെക്ഷനിൽ എല്ലായ്പ്പോഴും പേരൻസും വളരെയധികം ഇൻവോൾവ് ആയിരിക്കും. ഇപ്പോൾ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയെ സംബന്ധിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പം ആരോംബെക്കിൻ്റെ കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ നിന്നാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിക്കകത്ത് 2 ആസ്പെക്ട്സുകളുണ്ട്. ഒന്ന് കൊഗ്നിഷനുണ്ട്, രണ്ടാമത് ബിഹേവിയറുണ്ട്. അപ്പം കൊഗ്നിറ്റീവ് തിയറിയും അതുപോലൊപ്പം തന്നെ ബിഹേവിയർ തിയറി, അതായത് ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, അങ്ങനെയുള്ള തിയറീസ് ഉണ്ടല്ലോ. ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടിലേക്ക് പോകാം. ബിഹേവിയർ മോഡിഫിക്കേഷൻ ആൻഡ് പേരൻറ്റ് ട്രെയിനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ക്ലാസിക്കൽ ആൻഡ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിലെ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു തെറാപ്പി എല്ലാ ഡിസോർഡറിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ചില ഡിസോർഡറുകൾക്ക് പ്രധാനമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഡിസോർഡറുകളാണ് ആങ്സൈറ്റി ഡിസോർഡർ, കണ്ടക്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഈ കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, ഒരു ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് ഒരു ബിഹേവിയർ പ്രോബ്ലം ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ അത് ആ ഒരു ബിഹേവിയർ പ്രോബ്ലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അതായത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകുമ്പം അതിനൊരു പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ലഭിക്കുന്നു. അപ്പം ഇതാണ് ആ ഒരു പ്രോബ്ലമാറ്റിക് ബിഹേവിയർ നിലനിന്ന് പോകാനോ അല്ലെങ്കിൽ വഷളായി വരാനോ ഉള്ള കാരണമെന്ന് പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ഭയങ്കര അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നു. അങ്ങനെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ പേരൻസ് പറയും, അയ്യോ മോനെ അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ മോളെ അങ്ങനെ ചെയ്യല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ബഹളം വെക്കുന്നത്, ഞങ്ങളില്ല, നിനക്ക് എന്താ വേണ്ടത്, ഞാൻ മേടിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ കുട്ടി പഠിക്കുന്നത് എന്താണ്, ഓക്കെ, ഞാൻ ദേഷ്യപ്പെട്ടാൽ എനിക്ക് എൻ്റെ പേരൻസ് പറയുന്ന സാധനങ്ങൾ വാങ്ങിത്തരും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ എനിക്ക് അറ്റൻഷൻ കിട്ടും, ഇങ്ങനെയൊക്കെ കുട്ടി പഠിക്കും. അപ്പോൾ നാളെയും അടുത്ത വിഷയം വരുമ്പോൾ എന്തെങ്കിലും കുട്ടി ഇതേപോലെ തന്നെ അഗ്രഷൻ കാണിക്കും. ഈ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്കിനകത്ത് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ കുട്ടിയും പേരൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നോക്കുകയും എപ്പോഴാണോ നെഗറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത് അപ്പം അവനോട് എങ്ങനെയാണ് പേരൻസ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി, അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ പോസിറ്റീവായിട്ട് റിവാർഡ് കൊടുക്കുന്ന രീതിയിലാണ് പേരൻസ് ഇടപെടുന്നെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ പോസിറ്റീവ് കോൺസിക്വൻസിനെ മാറ്റി ആ ഒരു ബിഹേവിയറിനെ കുറച്ചും കൂടെ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയർ ആക്കി മാറ്റാനാണ് ഈ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്കിനകത്ത് അല്ലെങ്കിൽ തെറാപ്പിക്കകത്ത് ശ്രമിക്കുന്നത്. സപ്പോസ് നമ്മുടെ മുൻപിൽ ഒരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫങ്ഷണൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയറും അതിൻ്റെ കോൺസിക്വൻസും തമ്മിലുള്ള ബന്ധം നോക്കാം. അതിനെ ആൻറ്റിസിഡൻസും കോൺസിക്വൻസും നോക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പേരൻറ്റും കുട്ടിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഇടയിൽ എന്തൊക്കെ ബിഹേവിയർ വരുന്നു, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിഹേവിയറും അതിൻ്റെ കോൺസിക്വൻസും തമ്മിലുള്ള ബന്ധം എന്തെന്ന് നമുക്ക് പഠിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ അതിൻ്റെ ഒരു ഘട്ടമാണ് നമ്മൾ ഇൻ്റർവെൻഷനിലേക്ക് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടൊരു ബിഹേവിയർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകുമ്പോൾ പേരൻസ് ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുന്ന രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പം അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെ റിവാർഡ് കൊടുക്കാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് ബിഹേവ് ചെയ്യാം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എപ്പോഴാണോ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രോ സോഷ്യലായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകുന്നത് അപ്പോഴെങ്ങനെ നമുക്ക് റിവാർഡ് കൊടുക്കാം
അങ്ങനെ ബിഹേവ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ കുട്ടിയുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ തെറാപ്പിസ്റ്റ് നേരിട്ട് കുട്ടിയായിട്ടല്ല ഇൻറ്ററാക്ട് ചെയ്യുന്നത്. തെറാപ്പിസ്റ്റ് നമ്മുടെ പേരൻസിന് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പല രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഒന്നെങ്കിൽ നേരിട്ട് കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് പേരൻറ്റും ചൈൽഡും തമ്മിൽ ഇടപെടുന്നതെന്ന് കാണിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ചെയ്യുന്ന വിധം തന്നെ രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാൻ പറ്റും, അതായത് പേരൻറ്റിനെ വിളിച്ച് ആ ഒരു സെക്ഷനായിട്ട് പേരൻറ്റും ചൈൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കാനായിട്ട് പറ്റും, അതായത് കുറേയധികം പേരൻസും ചൈൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു തെറാപ്പിയുടെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. ഇതിന് കൃത്യമായിട്ട് തന്നെ ഒരു കരിക്കുലം ഉണ്ടായിരിക്കും. ഇത് ഏകദേശം ഒരു 12 സെഷൻസാണ് ഉണ്ടാകുക. മാത്രമല്ല ഈ വരുന്ന ക്ലയൻറ്റിന് വീട്ടിൽ ചെന്ന് ഇതേ കാര്യങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഹോംവർക്കുകളും നമ്മൾ കൊടുത്തുവിടും. ഒന്ന് വരുമ്പോൾ തന്നെ നമ്മൾ തെറാപ്പി സെക്ഷനിൽ വെച്ച് ഇത് പഠിപ്പിക്കും. ഒപ്പം നമ്മൾ ഹോംവർക്കുകൾ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കുട്ടികൾ പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടെ ഈ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പേരൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയാണ് ഈ ബിഹേവിയർ മോഡിഫിക്കേഷനകത്ത് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം, ഇൻഡിവിജ്വൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇനി നമ്മൾ നോക്കുന്നത് ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എങ്ങനെയാണ് കുട്ടികളിൽ അപ്ലൈ ചെയ്യുന്നത് എന്നതാണ്. നമുക്കറിയാം കുട്ടികൾക്ക് പലപ്പോഴും ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകും. ഈ ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സും അതുപോലെ തന്നെ അവരുടെ നെഗറ്റീവായിട്ടുള്ള മൂഡ് സ്റ്റേറ്റും ഇമോഷനും സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് അവരുടെ ഇമോഷണൽ പ്രോബ്ലംസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ആ ഇമോഷണൽ പ്രോബ്ലത്തെ വഷളാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പം ഈ തെറാപ്പി എപ്പോഴും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാകും. ആ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തെറാപ്പി വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ തെറാപ്പിസ്റ്റിന് വലിയൊരു ആക്റ്റീവായിട്ടുള്ള റോൾ ഉണ്ടാകും. പലപ്പോഴും തെറാപ്പിസ്റ്റ് സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ ചിലപ്പോൾ ആവശ്യാനുസരണം റിവീൽ ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഈ തെറാപ്പിസ്റ്റ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ റോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പോർട്സ് കോച്ചിനെ പോലെയാണ്. അതായത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ക്ലയൻറ്റിനെ അല്ലെങ്കിൽ കുട്ടീനെ പഠിപ്പിക്കുകയും അത് കുട്ടി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുകയും, അങ്ങനെ ഒരു കോച്ച് എങ്ങനെയാണോ ഒരു കളിയിൽ പ്ലെയറിനെ സഹായിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും ഒരു തെറാപ്പിസ്റ്റ് ഈ ഒരു തെറാപ്യൂട്ടിക് സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്റ്റെപ്സിലേക്ക് പോകാം. ഈ ഒരു തെറാപ്പിക്കകത്ത് 4 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 1 എൻഗേജ്മെൻറ്റ്, പിന്നെ 2 ഫോർമുലേഷൻ, 3 ലേണിംഗ് ന്യൂ സ്കില്ല്, 4 അപ്ലൈയിങ് ചേഞ്ചിങ് സ്ട്രാറ്റജീസ്. ഇതിനെ നമ്മൾ കമ്പോണൻസ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പം ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റ് വരുമ്പോൾ തന്നെ നമ്മളുമായിട്ട് അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയത്തില്ല, അയാളുമായിട്ട് റാപ്പോ ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ക്ലയൻറ്റ് നമ്മളോട് കൃത്യമായിട്ട് അയാളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലയൻറ്റിനെ കുറേ കൂടി അടുപ്പിച്ച് കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഈ ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്സിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മുതിർന്ന ആളുകളെ പോലെ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. കുട്ടിയെ കൊണ്ടുവരുന്നത് ചിലപ്പം കുട്ടിക്ക് പ്രശ്നം ആയിട്ട് കൊണ്ടുവരുന്ന പേരൻസ് ആയിരിക്കും. അപ്പം കുട്ടിക്ക് തനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ബോധം പോലും ഉണ്ടാവത്തില്ല. കുട്ടി എന്തിനാണ് ഇവിടെ വന്നതെന്ന് പോലും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പം കുട്ടീനെ കൊണ്ടുവന്ന് ഈ ഒരു തെറാപ്പിയിൽ കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത് ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ഈ പറയുന്ന പോലെ വേർഡിലൂടെ പറയണമെന്നില്ല, ചിലപ്പോൾ കളിക്കുന്നതിലൂടെയോ സിംബോളിക്കായിട്ടോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടീനെ ഈ തെറാപ്യൂട്ടിക് പ്രോസസ്സിലേക്ക് എൻഗേജ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ തോട്ട്സും അതുപോലെ ഫീലിങ്സും പിന്നെന്താണ് ബിഹേവിയർ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രോബ്ലമാറ്റിക് ആയിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഒരു പർട്ടിക്കുലർ കാര്യത്തോടായിരിക്കും ഈ കുട്ടിക്ക് പേടി. അപ്പം അത് ആ ഒരു പേടി ഉണ്ടാകുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള തോട്ട് പ്രോസസ്സ് എന്താണ്, അങ്ങനെ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കുട്ടി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ആ കുട്ടിക്ക്
എന്താണ് ആ സമയത്ത് ഇമോഷണലായിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇത് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം CBTക്കകത്ത് പലതരത്തിലുള്ള തെറാപ്പികൾ ഉപയോഗിക്കുന്നുണ്ട്. ആ തെറാപ്പികൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അത് മനസ്സിലാക്കണം. നമുക്കൊരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ പോലുള്ള തെറാപ്പികളൊക്കെ ഉപയോഗിക്കുമ്പം നമുക്കറിയാം നമ്മളൊരു ഹൈറാർക്കി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ലീസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന എവിടെയാണ്, ഏറ്റവും ഹയറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ള ഫിയറോ അല്ലെങ്കിൽ ഫീലിങ്സോ തോട്ട്സോ ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നൊക്കെയുള്ള നമ്മളൊന്നും ഹയറാർക്കി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തും എന്ത് ചെയ്യണം, നമ്മളൊരു ഹയറാർക്കി കുട്ടിയുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും തോട്ട്സും ബിഹേവിയറൊക്കെ ഉണ്ടാവുന്ന ആ സിറ്റുവേഷനും അതിൻ്റെ ഏതൊക്കെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് കുട്ടിയുടെ പ്രശ്നം എന്താണ്, പ്രശ്നം ഏരിയ എങ്ങനെയാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലായതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ന്യൂ സ്കില്ലിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ലേണിംഗ് ന്യൂ സ്കില്ലിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെക്കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഇമോഷൻ എന്താണെന്ന്, അയാളുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇമോഷണൽ റെക്കഗ്നീഷൻ എന്നാണ് പറയുന്നത്. അതിപ്പം തോട്ട്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും, ഫീലിംഗ്സ് ആക്ഷൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും, അദ്ദേഹം തന്നെ ചെയ്യുന്ന കുട്ടി തന്നെ ചെയ്യുന്ന ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും, ഡയറി കീപ്പ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും. അങ്ങനെയുള്ള ചില സ്കില്ലുകൾ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കുക. അതായത് കുട്ടിയുടെ ഇമോഷൻ റെക്കഗ്നൈസ് ചെയ്യാൻ, മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുക. അതിന് ശേഷമാണ് ഇങ്ങനെ കുട്ടി റെക്കഗ്നൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിയെയും കൊണ്ട് ആ കുട്ടിയുടെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു ഇമോഷണൽ റെക്കഗ്നേഷൻ എന്ന സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, ഈ റെഗുലേറ്റിംഗ് ഇമോഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറേയധികം സ്കിൽസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്കിൽസുകളാണ് റിലാക്സേഷൻ ട്രെയിനിങ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, റോൾ പ്ലേ, പിന്നെന്താണ് ബിഹേവിയർ എക്സ്പെരിമെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കും, അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ നാലാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്, അപ്ലൈയിങ് ചേഞ്ച് സ്ട്രാറ്റജീസ്. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമുക്കൊരു കുട്ടി വരുമ്പം കുട്ടിയോട് ഒരു മുതിർന്ന ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല. കുട്ടിക്ക് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് കഥകളിലൂടെയോ കളികളിലൂടെയോ ഒക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് മോഡൽ കാണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ കുട്ടീനെ റിയൽ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ സ്കില്ലുകളെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല ഈ പഠിപ്പിക്കുന്നതുകൊണ്ട്. അപ്പം അത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അതിനും കൂടെ എനേബിൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അവസാന സ്റ്റെപ്പിനകത്ത് വരുന്ന കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചൈൽഡിൽ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു CBTക്കകത്തുള്ള പേരൻറ്റിൻ്റെ റോളാണ്. ഇപ്പോൾ പല പേരൻസിനും പല റോളാണ് ഈ CBTക്കകത്തുള്ളത്. അത് പേരൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് എന്ത് റോളാണ് ഈ CBTക്കകത്ത് പേരൻസിന് നിർവഹിക്കാനുള്ളത് എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചില കേസുകളിൽ നമുക്ക് പേരൻറ്റിനെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് നമുക്ക് കൂടെ കൂട്ടാനായിട്ട് പറ്റും. ചില കേസുകളിൽ നമുക്ക് തെറാപ്പിസ്റ്റായിട്ട് നമുക്ക് പേരൻസിനെ ഉപയോഗിക്കേണ്ടി പറ്റും. ചിലപ്പം ഈ ചൈൽഡിൻ്റെ കേസിൽ പേരൻറ്റ് തന്നെ ഒരു ക്ലയൻ്റായിട്ട് വന്നേക്കാം. അങ്ങനെ അതായത് പേരൻസിൻ്റെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ തെറാപ്പിക്കകത്ത് പേരൻസിനെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ ഈ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു ചൈൽഡ് തെറാപ്പിക്കകത്ത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരൻസിനെയാണ്. ആ പേരൻസ് വഹിക്കുന്ന ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായിരിക്കാം, ഒരു നോട്ടമായിരിക്കാം, എന്താണെങ്കിലും തന്നെ ആ കുട്ടീനെ വളരെയധികം ബാധിക്കും. അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും അതിനെ കുട്ടീനെ വളർച്ചയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ മേക്കപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പേരൻസിന് ഈ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് വലിയ റോളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും തന്നെ പേരൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഏത് റോളാണ് വഹിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ചില കേസുകളിൽ നമ്മൾ പറഞ്ഞു ഫെസിലിറ്റേറ്റർമാരായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള കേസുകളിൽ കുട്ടീനെ കൃത്യമായിട്ട് ഇതിനെ കൊണ്ടുവരിക, കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള റോളായിരിക്കും പേരൻസ് വഹിക്കുക. ഇനി ചിലപ്പം തെറാപ്പിസ്റ്റായിട്ട് പേരൻസ് ആക്ട് ചെയ്യേണ്ടി വരും. അപ്പം എന്തെന്ന് പറഞ്ഞാൽ കുട്ടി ഒരു പോസിറ്റീവായിട്ടൊരു ബിഹേവിയർ ചെയ്യുമ്പം അതിന് ഓക്കെ കൊള്ളാം മോളെ നീ ചെയ്ത് ഗുഡ് ആണ്, അങ്ങനെയൊക്കെ തെറാപ്പിസ്റ്റ് എങ്ങനെയാണോ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് അത് പേരൻസ് പഠിക്കുകയും അങ്ങനെ കുട്ടിയുടെ പ്രോബ്ലത്തെ മാനേജ് ചെയ്യാൻ വേണ്ടി പേരൻസ് കൂടെ നിന്ന് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പം പേരൻ്റ് എന്ന് പറയുന്ന ഒരു തെറാപ്പിസ്റ്റ് കൂടി ആയിട്ട് വേണം ആക്ട് ചെയ്യാനായിട്ട്, കുട്ടീൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളായിട്ട് നിന്ന് വേണം അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഇനി പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ
നമുക്കറിയാം പല പേരൻസിനും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇമോഷണൽ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിൽ അവർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നം, ഇപ്പോൾ ആൽക്കഹോൾ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളും പേരൻസിന് അനുഭവിക്കുന്നുണ്ടാകും. ചിലപ്പോൾ ഈ ഒരു പ്രശ്നമായിരിക്കും കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായി വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുട്ടീനെ മാത്രം കൊണ്ടുപോയി കുട്ടിയുടെ ഇമോഷണൽ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ കൂടിയും പേരൻസിന് ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും കുട്ടിക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പേരൻസിനെ കണ്ടെത്തി, അല്ലെങ്കിൽ പേരൻസിന് വേണ്ട വിധത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷന് ചൈൽഡും പേരൻറ്റും കൃത്യമായിട്ട് തന്നെ തെറാപ്പി എടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു CBT ചൈൽഡ് കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.